very happy to see all of you all here. Actually, when Saju asked me to come, I said no, I first refused. I was thinking it was some other Saju Wahid. But then after he said after 18 years we are meeting, I thought I must see all of you all because I'm too leaving. This is my last year in Lone Mount. So I wish to see all my children before I leave. And I'm very happy to see even with your family. And then again, Rajiv called in and he said, I said I will be here for 1 hour because I'm no time. He said, no teacher for 1 hour പോവുകയില്ല ഇവിടെ ഇരുന്ന് പോവും. And it is true. അങ്ങനെ ഞാൻ ഇരുന്ന് പോയി. Now it's 3 o'clock and I have to leave. Thank you very much for this great gathering. This will be a remembrance throughout my life. I wish you all the best. ഞാൻ അനുജയാണ്, ടീച്ചറാണ്. എൻ്റെ 2 മക്കൾ, ഒരാൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡും LKG, ഹസ്ബൻഡ് കുവൈറ്റിലാണ്. അനുജ ഏത് സ്കൂളിലാണ്? നിലവിൽ കുട്ടികളൊക്കെ പഠിക്കുന്ന ഇവിടെ ഓൾ ഏഞ്ചൽസ് ആണ്. മക്കളൊക്കെ വാ ചോദിച്ചോ, എന്താ പേര്? പറഞ്ഞോ. ഐശ്വര്യ. ഐശ്വര്യ പാട്ട് പാടുമോ? ഇല്ല, പാട്ട് പാടും. മോളെ പേര് പറഞ്ഞേ. അനുഗ്രഹ. അനുഗ്രഹ ഒരു പാട്ട് പാടിക്കേ. വാ മക്കളെ, നീ വന്നേ, ഒരു പാട്ട് പാടിക്കേ. ടൂറിസം ഡയറക്ടറേറ്റ് വർക്ക് ചെയ്യുന്നു. ഹസ്ബൻഡ് വിഭുദേന്ദ്രൻ നായർ, പഞ്ചായത്തിൽ വർക്ക് ചെയ്യുന്നു, ക്ലർക്കാണ്. വളർന്നു വരുന്ന ഒരു കവിയാണ് എൻ്റെ ഹസ്ബൻഡ്. കവിയാണോ? അപ്പൊ എന്തായാലും അതിന്റെ കുറച്ച് അംശമെങ്കിലും പിള്ളേർക്ക് ഉണ്ടാവും. അങ്ങനെയില്ല, അവരെന്തെങ്കിലും മക്കളെ എന്ത് ചെയ്യുന്നു? ഏത് സ്കൂളിലാണ്? നിരുപമ, നിരഞ്ജന. അപ്പൊ നിരുപമയാണോ നിരഞ്ജനയാണോ പാട്ട് പാടാൻ പോകുന്നത്? അല്ലെങ്കിൽ അച്ഛൻ്റെ അറിയാവുന്ന ഏതെങ്കിലും നാടകത്തിന് വേണ്ടി അങ്ങനെ പറയരുത്. ഏതെങ്കിലും പാടിക്കാം, നമുക്ക് ഇഷ്ടമുള്ള പാടിക്കാം. തിരുവോണപ്പുലരിതൻ തിരുവുൾ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. മേടിച്ചോളൂ. ക്ലാപ്പ് ചെയ്തോളൂ പ്ലീസ്. എപ്പോഴെങ്കിലും പാട്ട് പാടാനായിട്ട് ആടാ പവർ ഹൗസ് ഉണ്ട് അല്ലേ? ഓക്കെ. അല്ല, ഞാനിപ്പോ KSEBിൽ വർക്ക് ചെയ്യുന്നു. വൈഫിന്റെ പേര് ഷീന. ഇവിടെ വന്നിട്ടില്ല. 2 കുട്ടികളുണ്ട്. കുട്ടികളുടെ പേര് അക്ഷയ്, രണ്ടാമത്തെ ആളുടെ പേര് മീനാക്ഷി. സർവോദയ സ്കൂളിൽ പഠിക്കുന്ന 2 പേര്. ഓക്കെ, ഞാൻ ചോദിക്കാനുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണം? ആരും ചോദിക്കണ്ട. ഓക്കെ. അസിസ്റ്റന്റ് ജനറൽ മാനേജർ IT ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇനി എന്താ പറയുന്നത്? ബാക്കി ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ല. ഏതാ ഫാമിലി ഡീറ്റെയിൽസ്? അല്ല. ഓക്കെ, അപ്പൊ അതിലും ഒരാളുണ്ട്. ഓക്കെ, അപ്പോ നമ്മുടെ ഇന്നത്തെ ഫംഗ്ഷനെ കുറിച്ച് എന്താണ് അഭിപ്രായം? പറഞ്ഞോളൂ. അത് കേട്ടായ സ്റ്റേജിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിക്കണമെന്നുള്ളതാണ്. എന്നാ പറഞ്ഞോളൂ. എനിക്കൊരു മോളാണ്, നേഹ രമാകാന്ത്. ഹസ്ബൻഡ് മനു രമാകാന്ത്, കോളേജിൽ ഇംഗ്ലീഷ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇവിടെ പോണതിന് മുമ്പ് വരുന്നോ? ഞങ്ങൾ പോണതിന് മുമ്പ്. ഓക്കെ. ഹസ്ബൻഡ് അത് നിങ്ങൾ ചോദിച്ചോ? അത് എനിക്ക് കൂടുതൽ അതിനെക്കുറിച്ച് അറിയാൻ വയ്യ, അതുകൊണ്ടാണ്. നിങ്ങൾ 2 മിടുക്കന്മാരായ 2 മക്കൾ സൈഡിലുണ്ടല്ലോ. അല്ല, ഇവിടെ വന്നില്ലെങ്കിൽ ഇപ്പൊ 2 പേരുണ്ടല്ലോ, ധൈര്യമായിട്ട്. ഓക്കെ, തുടർന്ന്. എന്റെ പേര് ഷൈന. ഞാൻ 8th വരെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിനുശേഷം ഞാൻ ഇന്ത്യൻ മോഡൽ സ്കൂൾ ദുബായിലാണ് പഠിച്ചത്. ഇപ്പോൾ ഞാൻ ബാലരാമപുരത്താണ് താമസിക്കുന്നത്. എന്റെ ഹസ്ബൻഡ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ 2 മക്കള്, ഇത് സുഹീൽ, ഇത്
അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഇവിടുത്തെ സ്കൂളിൽ ഇവിടുന്ന് വിട്ടിട്ട് അവിടെ പോയിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാകും? ഹസ്ബൻഡ് ലോയല സ്കൂളിലാണ് പഠിച്ചത്, അതുകൊണ്ടാണ് എൻ്റെ മക്കൾക്ക് അവിടെ അഡ്മിഷൻ ആയത്. ഇതല്ല ഞാൻ ചോദിച്ചത്, ഇവിടുന്ന് 8ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഇവിടുന്ന് അവിടെ ദുബായി പോയി എന്ന് പറഞ്ഞില്ലേ, അവിടെ പോയപ്പോ എന്തെങ്കിലും മാറ്റം ഉണ്ടായോ പഠിച്ചതിൽ? പഠിച്ചതിൽ മാറ്റമില്ല, എനിക്ക് ഇതുപോലത്തെ ഫ്രണ്ട്സുകളൊന്നും ഇല്ലായിരുന്നു അവിടെ ഇല്ലായിരുന്നു അല്ലേ? ഇവിടെയാണ് എനിക്ക് നല്ല ഫ്രണ്ട്സിനെ കിട്ടിയത്. അവിടെ ഇവിടുത്തെ പോലെ ഇങ്ങനെ ഓപ്പൺ സ്കൂളൊന്നും അല്ല, ഷിഫ്റ്റ് ഒക്കെയാണ്. നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഔട്ടിങ് അങ്ങനെയൊന്നും അപ്പൊ എന്തായാലും നമ്മുടെ നാട്ടിൻപുറം എന്ന നാട്ടിൻപുറം തന്നെയാണ് അല്ലേ? എല്ലാവരെയും വന്ന് കണ്ടതിൽ വലിയ സന്തോഷം. ഓക്കെ. അവിടുത്തെ സ്കൂളിലാണ് സ്കൂളിന്റെ വ്യത്യാസമാണ് ഞാനിപ്പോ പറഞ്ഞത്. അവിടുത്തെ സ്കൂളിൽ എന്തെങ്കിലും എന്താ ഇതുപോലെ വ്യത്യാസമോ? അല്ല അവിടെ അപ്പൊ ആ സ്കൂളിന്റെ പ്രത്യേകത ഇങ്ങനെയുള്ളവരെ അങ്ങോട്ട് പാക്ക് ചെയ്യുക അവിടെ. എനിക്ക് സന്തോഷമുണ്ട്. കാര്യം ഞാൻ ആഫ്റ്റർ 20 years കഴിഞ്ഞിട്ടാണ് എല്ലാവരും മീറ്റ് ചെയ്യുന്നത്. ഞാൻ പേഴ്സണലി ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത് നിങ്ങൾക്ക് എന്തോ ഒരു ബിസിനസ് റിസോർട്ടോ അങ്ങനെ എന്തോ ഉണ്ടല്ലോ, ആ കാര്യം ഒന്ന് ഇവിടെ പറഞ്ഞുകൂടെ? കാരണം പല റിസോർട്ട് തപ്പി പോകുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. അവർ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഗെറ്റ് ടുഗദർ ആകും. ആക്ച്വലി റിസോർട്ട് അല്ല, പിന്നെ ഞാനൊരു ഹോം സ്റ്റേ പ്രോപ്പർട്ടിയാണ്. ഹോം സ്റ്റേ പ്രോപ്പർട്ടിയാണ്. ഓക്കെ. 2 ബീച്ച് ഹൗസ് ഉണ്ട്. അത് ഫോറിനേഴ്സിന് മാത്രമേ കൊടുക്കാറുള്ളൂ. ഇന്ത്യൻസ് ആരും വന്ന് താമസിച്ചിട്ടില്ല. ഭയങ്കര മോശം. അപ്പൊ ഇതിവിടെ പറയണ്ട അല്ല. വേറെ കാര്യം, നാട്ടിൻപുറത്തേരെ കഴുത്തിറക്കാൻ പറ്റില്ലല്ലോ, വിദേശികളെ ആകുമ്പോ കഴുത്തിറക്കാമല്ലോ അല്ലേ? അത് തന്നെ. ഓക്കെ. നദീം ശ്രാവൺ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? 7th. എന്ത് പാട്ട് പാടും? മിമിക്രി ചെയ്യും? മിമിക്രി എന്ത്? ഒന്നും കാണിക്കത്തില്ല, ഒന്നും അറിയത്തില്ല. മദർ ഇവിടെ നേരത്തെ പണ്ട് ഇവിടെ പഠിക്കുമ്പോൾ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഭയങ്കര തകർപ്പായിരുന്നു. അവസരം കൊടുക്കുക, കലാപരമായിട്ടുള്ള കുറച്ച് കഴിവിനും കൂടെ. ഓക്കെ. എന്തേ തൊള്ള സുഖമില്ല. ഏതായാലും ഏതെങ്കിലും ഒരു പാട്ടിന്റെ 2 വരി, ഒരു മിമിക്രി, ഏതെങ്കിലും ഒരു നടൻ. ഹസ്ബൻഡ് മിമിക്രി കാണിക്കോ? പാട്ട് പാടും? എന്തെങ്കിലും ചെയ്യും? ഓക്കെ. നിങ്ങൾ താമസിക്കുന്നത് ബാലരാമപുരം. ഓക്കെ. അപ്പൊ എന്തായാലും ഹസ്ബൻഡ് വന്നു കഴിഞ്ഞാൽ ഹസ്ബൻഡിനെ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ. എന്തായാലും പിന്നെ എങ്ങനെയുണ്ട് ഈ ഒരു അനുഭവം? എന്തെങ്കിലും പറയാനുണ്ടോ? ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ പങ്കിടാനോ ഒക്കെ ഉണ്ടെങ്കിൽ? കാരണം നമ്മുടെ എനിക്ക് കൂടുതൽ ആക്ച്വലി ഫസ്റ്റ് ഞാൻ ഇതിനകത്തോട്ട് ഇവരുടെ ഗ്രൂപ്പ് മെയിലിൽ വന്നത് അൻസാർ വഴിയാണ്. അവനാണ് എന്നെ ഇതിനകത്തോട്ട് ചേർത്തത്. പിന്നെ രാജീവുമായിട്ട് കോൺടാക്ട് ആയി. അങ്ങനെ പിന്നെ ചാറ്റിങ്ങിൽ കൂടെ എല്ലാ ഫ്രണ്ട്സിനെയും ഓൾഡ് ഫ്രണ്ട്സിനെയും എല്ലാം മീറ്റ് ചെയ്തു. ഇപ്പോഴ് പതിവായിട്ട് ബാലു, രാജീവിയെ, നമ്മുടെ രാജീവ് ലിയ ഇവരൊക്കെ ആയിട്ട് സംസാരിക്കാറുണ്ട്. ദിവ്യ, വെല്ലീശ്വരൻ പോയി. കൊച്ചിശ്വരനുണ്ട്. കൊച്ചിശ്വരൻ ഇപ്പോ ഷാർജയിലാണ്. ബോയ്സ് ആണ്. കൊച്ചിശ്വരൻ ഹസ്ബൻഡ് അൻവർ അൽഫുട്ടൈൻ കമ്പനി ദുബായിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ കൊച്ചിശ്വരൻ ഒരു 2 weeks മുമ്പെയാണ് ഇവിടുന്ന് പോയത്. 2 കുട്ടികളുണ്ട്. ഇപ്പൊ 2 കുട്ടികൾ ബാംഗ്ലൂർ പഠിക്കുന്നു. ഒരാള് 7th and 5th സ്റ്റാൻഡേർഡ്. ഈശ്വരന്റെ കുട്ടികൾ. ഒരാളുടെ പേര് സൊഹൈൽ, ഒരാളുടെ പേര് അഫ്സൽ ആണെന്ന് തോന്നുന്നു. എനിക്ക് ഒരാളുടെ പേര് സൊഹൈലാണ്. അപ്പൊ ഏതായാലും പിന്നെ ഷൈനയുടെ ഡീറ്റെയിലും തന്നു. കൂടാതെ വളരെ ആത്മാർത്ഥ സുഹൃത്തായിരുന്ന ഷെറിന്റെ ഡീറ്റെയിലും. ഷെറിനും ദിവ്യായിരുന്നു എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഇടവും ഫലവും അവർ രണ്ടുപേരാ ഷൈനെ ഇല്ലാതാക്കിയ. അവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ഷൈനെ ഈ പരുവാക്കിയ ഇല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. താങ്ക്സ് എ ലോട്ട്. രാജീവ്